നമസ്കാരം. കേറ്ററ്റ് 3യുടെ മൂന്നാമത്തെ സെഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സംഖ്യകളുമായി ബന്ധപ്പെട്ട 15 ചോദ്യങ്ങളാണ് ഇവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നേരിട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. n ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. നമുക്കറിയാമല്ലോ 10 മുതൽ 99 വരെയുള്ള സംഖ്യകൾ. n ഈസ് എ 2 ഡിജിറ്റ് നമ്പർ. അതിൻ്റെ പ്രത്യേകത എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. അക്കങ്ങളാണല്ലോ എയും ബിയും സിയും ഡിയും. അതെല്ലാം ഡിഫറെൻറ്റ് ഡിജിറ്റാണ്. അതായത് വർഗങ്ങളുടെ തുകയായി 2 വ്യത്യസ്ത തരത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു സംഖ്യയാണ് n. അങ്ങനെ ധാരാളം സംഖ്യകൾ ഉണ്ടാകാം. നമുക്ക് വേണ്ടത് അതിൽ ഏറ്റവും ചെറിയ സംഖ്യ 2 അക്ക സംഖ്യ ഏതാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് n? ഇതാണ്. അപ്പോൾ അത് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി. ആ സ്ക്വയറുകളുടെ സമ്മായിട്ട് എഴുതാൻ പറ്റുന്ന സംഖ്യകൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഈ ഓപ്ഷനൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ആ ഓപ്ഷനിലുണ്ടല്ലോ ഉത്തരം. അതുകൊണ്ട് ഈ 65 എന്ന സംഖ്യയുണ്ട്, 25 ഉണ്ട്, 50 ഉണ്ട്, 30 ഉണ്ട്. ഡിജിറ്റ്സൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കണം. 50 വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് 49. 7 സ്ക്വയർ പ്ലസ് 1 സ്ക്വയറാണ് 50. പക്ഷേ ആ 50 25, 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ 25 5 അവിടെ ആവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതല്ല. ഓക്കെ, 25 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 25. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 25. 5 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ എന്ന് പറയുന്നു 25. പക്ഷേ 0 ഒരു എണ്ണൽ സംഖ്യ അല്ലാത്തത് കൊണ്ട് ഡിഫറെൻ്റ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. 65 സ്യൂട്ടബിളാണ്. ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അതെന്താണത്? 65-നെ 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 65 എന്ന് വരും. പിന്നെ 7 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ അതും 65 എന്ന് വരും. അപ്പോൾ ഇത്തരം സംഖ്യകളിൽ ഏറ്റവും ചെറുത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിജിറ്റ്സ് ഉപയോഗിക്കുന്ന ഏറ്റവും ചെറുത് 65 എന്ന് നമുക്ക് തീരുമാനിക്കാം. രണ്ടാമത്തെ ചോദ്യം, ഇതും പെർഫെക്റ്റ് സ്ക്വയേഴ്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്. വളരെ പോപ്പുലറായൊരു സെൻറ്റൻസാണത്. അഗസ്റ്റസ് ഡി മോർഗാൻ ഒരു മാത്തമാറ്റീഷ്യൻ്റെ പേരാണല്ലോ, നമുക്കറിയാം. ഡി മോർഗാൻസ് തിയറം, സെറ്റ് തിയറിയുമായി ബന്ധപ്പെട്ട ഒരു വാക്ക്. ഓക്കെ, അഗസ്റ്റസ് ഡി മോർഗാൻ, എ മാത്തമാറ്റീഷ്യൻ ഹൂ ലിവ്ഡ് ഇൻ 19th century. ആ 19th സെഞ്ചുറിക്ക് പ്രാധാന്യമുണ്ട് കേട്ടോ ഇവിടെ. അതായത് അതുകൊണ്ടാണ് ആ ബ്രാക്കറ്റിൽ അങ്ങനെ ഇട്ടേക്കണത്. 1800-നും 1900-നും ആ ഗ്യാപ്പാണ് 19th century എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റാണത്. ഐ ആം X years old in the year X square. ഐ ആം X years old in the year X square. അപ്പോൾ X സ്ക്വയറിലാണ് അദ്ദേഹത്തിന് X വയസ്സുണ്ടാവുന്നത്. അപ്പോൾ X സ്ക്വയർ എന്ന് പറയുന്നത് ഈ പറയുന്ന 1800-നും 1900-നും ഇടയിലുള്ള ഒരു സംഖ്യയാണ്. ഓക്കെ, അതായത് 1800-നും 1900-നും ഇടയിലുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയറിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ ധാരാളം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ടായില്ലേ ഇതിനിടയ്ക്ക് എന്ന്. അല്ല, അതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അതിനിടയിൽ ഒറ്റ പെർഫെക്റ്റ് സ്ക്വയറേ ഉള്ളൂ. അത് 43-ൻ്റെ സ്ക്വയറായ 1849 മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ, ആ ഗ്യാപ്പിൽ. ഓക്കെ, അതായത് 42-ൻ്റെ സ്ക്വയർ 1764. 43-ൻ്റെ സ്ക്വയറാണ് ഈ പറയുന്ന 1849. 44-ൻ്റെ സ്ക്വയർ 1936. ഓക്കെ, 900-ലേക്ക് കടന്നു പോകും, 10-ലേക്ക് കടന്നു വരും. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ് സ്ക്വയർ. അന്ന് അദ്ദേഹത്തിന് X years ഉണ്ടാകുന്നു. അതിൻ്റെ അർത്ഥം ജനിച്ച വർഷം 1849 മൈനസ് എത്ര? ഏത്? 43-ൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ 43 അങ്ങോട്ട് കുറച്ച് നോക്കി.
ഓക്കെ 1806. ഓക്കെ 1806 ഈ ഇയറിലാണ് അദ്ദേഹം ജനിച്ചത്. ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഒരു ഐ ആം എക്സ് ഇയേഴ്സ് ഓൾഡ് ഇൻ ദ ഇയർ എക്സ് സ്ക്വയർ, ആ സെൻറ്റൻസ് അതിൻ്റെ ഭംഗി അതിനുള്ളിലാണ് ആ ചോദ്യത്തിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ദ പ്രോഡക്റ്റ് ഓഫ് 4 ഡിഫറെൻറ്റ് ഇൻറ്റിജേഴ്സ് ഈസ് 110. 4 ഡിഫറെൻറ്റ് ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റ് 110. എന്നാൽ ആ 4 ഇൻറ്റിജേഴ്സിൻ്റെ സം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, 4 ഡിഫറെൻറ്റ് ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റ് 110. അപ്പോൾ 110 നമുക്കൊന്ന് കാണേണ്ടി വരുമല്ലോ. 110 എന്ന് പറയുന്നത് 11×10. ഓക്കെ, അത്രയും നമുക്ക് ആദ്യം കിട്ടും. പക്ഷേ 4 എണ്ണത്തിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് സൗകര്യം നമുക്കറിയാമല്ലോ, നമ്മളുടെ ലോജിക്ക്. 1 ആദ്യം മുമ്പിലൊന്ന് എഴുതാം. 1×11 ഇൻറ്റു ഇനി 10 ഉണ്ടല്ലോ, 10നെ 2×5 എന്ന് എഴുതാമല്ലോ. ഇപ്പോൾ നമ്മളുടെ പ്രശ്നം തീർന്നു. 1ഉം 11ഉം 2ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 110 കിട്ടും. 11×10 എന്നാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ 4 എണ്ണത്തിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ആ 11നെ 1×11 എന്ന് കണ്ടു, 10നെ 2×5 എന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇവയുടെ സമ്മ് 1 + 11 + 2 + 5 എന്ന് പറയുന്നത് എത്രയാണ്? അതായത് 12 + 7. ദേ ഇവിടെ 12, ഇത് 7. നമുക്ക് ആൻസർ 19 എന്ന് കിട്ടും. ദേ കൃത്യമായൊരു ആൻസർ ഇവിടെയുണ്ട്, 19. ഓക്കെ, അതൊരു നമ്പറുമായി ബന്ധപ്പെട്ട ഒരു വളരെ ചെറിയ ചോദ്യം. ഇത്തരം ചോദ്യങ്ങളാണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ ചോദിക്കുന്നത്. വളരെ ബേസിക്കായ ചില ചിന്തകളായിരിക്കും അതിനകത്തുള്ളത്. പക്ഷേ അതിനകത്തൊരു ചെറിയൊരു ഒരു ഇൻഡയറക്റ്റ് റീസണിങ് കൂടി അതിനകത്തുണ്ടാവും. അതൊന്നും മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുക. ഒരു വലിയ സംഖ്യ എഴുതിയിരിക്കുന്നത് കണ്ടോ, 1 2 3 4 3 2 1. ഓക്കെ, 2 4 6 7 അക്ക സംഖ്യയാണ്. അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? ഒരിക്കലും അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്താനായിട്ട് ഇത്രയും സമയം കൊണ്ടൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൊന്നും കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ അതിനുള്ളിൽ വേറെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് അതിന്. ഓക്കെ, ആ പ്രത്യേകതയാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ ഒരു പാറ്റേൺ ഉണ്ട്. നമ്മൾ ഈ പാറ്റേണും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളായതുകൊണ്ട്, മാത്രമല്ല കുട്ടികളെ പല മേളകൾക്കൊക്കെ പരിശീലിപ്പിച്ച് വിടുന്നവരായതുകൊണ്ട് ഇതൊക്കെ നമ്പർ ചാർട്ടിൻ്റെ ഭാഗമായിട്ട് ഇത്തരം പാറ്റേണുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒന്ന് ആലോചിക്കൂ, 11ൻ്റെ സ്ക്വയർ 121. ഓക്കെ, 11ൻ്റെ സ്ക്വയർ 121. 111ൻ്റെ സ്ക്വയറോ? അവിടെ 1 2 3 2 1 എന്നേ കിട്ടുകയുള്ളൂ. ഈ പാറ്റേൺ നമുക്കറിയാം. അപ്പോൾ 1111 1111 സ്ക്വയർ, അത് ഈ പാറ്റേണിൽ നമുക്ക് പറയാൻ പറ്റും. 1 2 3, ഇവിടെ 4 ഒന്നുകളുണ്ട്, 4 3 2 1. ഓക്കെ, അപ്പോൾ ഈ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടാണ് ഏത്? 1111 1111. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിലേക്ക് നോക്കൂ. ആ 1 2 3 4 3 2 1 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 4 ഒന്നുകളുടെ സ്ക്വയറല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്താണ്? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഈ പറയുന്ന 1111. അപ്പോൾ 1111. നമ്മുടെ ചോദ്യം അതൊന്നുമല്ല. നമ്മുടെ ചോദ്യം ഇതിലെ ഈ സ്ക്വയർ റൂട്ടിലെ അക്കങ്ങളുടെ തുക എത്രയാണ്? 4 ഒന്നുകൾ ഇവിടെയുണ്ട്, അക്കങ്ങളുടെ തുക 4 എന്ന് വ്യക്തമായി. ഓക്കെ, ആ പാറ്റേണിലൂടെയാണ് ആ ഉത്തരത്തിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കൂ. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം 9ാം ക്ലാസ്സിലെ ന്യൂ നമ്പേഴ്സ് എന്ന ചാപ്റ്റർ, അതിനകത്താണ് ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. പൈതഗോറസ് തിയറവുമായി ബന്ധപ്പെട്ടൊരു കാര്യം, റൂട്ട് 2വുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് പൈതഗോറസ് തിയറത്തിൻ്റെ ഒരു വെർഷൻ?
ഒരു മട്ടത്രികോണത്തിൻ്റെ വലിയ വശത്തിൽ വരക്കുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് മറ്റു രണ്ട് വശങ്ങളിൽ വരക്കുന്ന സമചതുരങ്ങളുടെ പരപ്പളവുകളുടെ തുകയാണ്. ഒരു റൈറ്റ് ട്രയാങ്കിൾ വലിയ വശത്തിലൊരു സമചതുരം വരക്കുന്നു. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അതായത് നമ്മുടെ മുമ്പിൽ അത് ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ അത് റൈറ്റ് ട്രയാങ്കിൾ ആണോ? റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് വ്യക്തമല്ലേ? കാരണം അവിടെ വരച്ചേക്കുന്നത് രണ്ടും ഇത് രണ്ടും സമചതുരങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളും 90ആണ്, ഇതും 90ആണ്. ആ മട്ടത്രികോണത്തിൻ്റെ ഒരു വശത്തിൽ വരച്ചിരിക്കുന്നതിൻ്റെ പരപ്പളവ് 3, അടുത്തതിൻ്റെ ഏരിയ 22. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയ 25ആണ് ഇതിൻ്റെ ഏരിയ. ഓക്കെ, ഇത് 25 വരണമെങ്കിൽ ഇവിടെ 7 ഉണ്ടെന്ന് നമുക്കറിയാം, ഇവിടെയും സമചതുരമുണ്ട്. തീർച്ചയായും ഇവിടെ വരേണ്ട സംഖ്യ 18ആണ്. അപ്പോൾ 18ആണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ചിത്രത്തെ ഒറ്റ നോട്ടത്തിൽ എന്തോ ഒരു വലിയൊരു കോമ്പിനേഷൻ ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് തോന്നുമെങ്കിലും അതിലേക്കൊന്ന് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. 6ാമത്തെ ചോദ്യമാണ്. PQRS ഒരു റെക്റ്റാങ്കിളാണ്. അത് 4 ചെറിയ റെക്റ്റാങ്കിളായിട്ട് മുറിച്ചിരിക്കുന്നു. എന്നിട്ട് അതിനെ ചേർത്ത് വെച്ചിരിക്കുന്നു. മറ്റൊരു തരത്തിൽ കാണുന്നത് നല്ലത്. 4 ചെറിയ റെക്റ്റാങ്കിളുകളെ ചേർത്ത് വെച്ചിട്ട് 4 ചെറിയ തുല്യ സമചതുരങ്ങളെ ചേർത്ത് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 4 എണ്ണം ഇവിടെ ഉണ്ടല്ലോ, ഈ 4 എണ്ണം, ഈ 4 എണ്ണത്തിനെയും ചേർത്ത് വെച്ചിട്ടാണ് അതവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ PQ എന്ന് പറയുന്നത് 1 എന്ന് തന്നിട്ടുണ്ട്, PQ 1 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം തുല്യമാണോ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ PQRS എന്ന സമചതുരത്തിൻ്റെ ഡയഗണലിൻ്റെ നീളം എത്ര? ഇതാണല്ലോ വലിയ സമചതുരം. ഇതിൻ്റെ ഈ നീളം എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. ചിന്തിക്കാം. ഇത്1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും അതിന് കൃത്യം പകുതിയാണ്, അര വര. ഓക്കെ, അപ്പോൾ എത്രയാണ്? ഇത് 1. തീർച്ചയായിട്ടും ഇത് 1. ഓക്കെ, ഇത് അരയായതുകൊണ്ട് ഇതും ഹാഫാണ്, ഇതും ഹാഫാണ്. ഓക്കെ, നമ്മുടെ സാധാരണ ലോജിക്ക് അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ RQ എന്ന് പറയുന്ന ഈ നീളം അത് 2. ഇതിപ്പോൾ 1 വ്യക്തമല്ലേ? 2ഉം 1ഉം ആണ്. ഇനി ഇവിടെ ഒന്ന് പൈഥാഗറസ് തിയറം അപ്ലൈ ചെയ്ത് നോക്കിയേ. അപ്പോൾ ഇവിടെ √5 എന്ന് നമുക്ക് കിട്ടും. ഇത്രയും മനസ്സിലാക്കി, ഇത്രയും കേട്ടാൽ മതി, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം √5 എന്ന നമ്പറാണ്. ഒരു റാഷണൽ നമ്പറാണ്. റാഷണൽ നമ്പറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിട്ട് അതിനെ കാണാം. ഓക്കെ, റെക്റ്റാങ്കിൾ എന്നൊക്കെ കണ്ടാലും ഫലത്തിൽ അതൊരു അഭിന്നക സംഖ്യയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യത്തിലേക്ക് അത് എത്തിച്ചേരുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഒരു പ്രത്യേകതരം അരിത്തമാറ്റിക് സീക്വൻസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആദ്യം പറയാം. ചോദ്യം കൂടുതൽ വായിക്കുന്നില്ല, സൗകര്യം പോലെ വായിച്ചാൽ മതി. ഇതിൻ്റെ പ്രത്യേകത ഫസ്റ്റ് ടേമും ടേംസിൻ്റെ എണ്ണവും തുല്യമാണ്. അപ്പോൾ ഫസ്റ്റ് ടേമിനെ ഞാൻ എണ്ണെടുക്കുന്നു. ഓക്കെ, n ടേംസിൻ്റെ എണ്ണവും തുല്യമാണ്. കോമൺ ഡിഫറൻസോ ഫസ്റ്റ് ടേമിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് ടേം n ആണ്, അതിൻ്റെ ഇരട്ടിയാണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 2n ആണ്. അപ്പോൾ സെക്കൻഡ് ടൈം ഏതാണ്? 3n, അടുത്തത് 5n. ഇങ്ങനെ പോകുന്നു സീക്വൻസ്. അപ്പോൾ ഇത് 1n, 3n, 5n എക്സെട്ര. അങ്ങനെയാണെങ്കിൽ 1, 3, 5 എന്നുള്ള ഒറ്റ സംഖ്യകളുടെ ശ്രേണി കണ്ടില്ലേ? അതിനെ കൂടി n ചേർത്തേക്കണമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ nth ടൈം ഏതാണ്? 2n - 1 ടൈംസ് n ആണ്. ഓക്കെ, ഇതിലെ പദങ്ങളുടെ തുക ഈ കൊടുത്തിരിക്കുന്നതിൽ ഏത് എന്നാണ് ചോദ്യം. ആകാവുന്നത് ഏത്? എങ്ങനെ കാണാം? ആദ്യത്തെ ടേം പെയറിംഗ് ആണ് അല്ലേ? ഇപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ടേംസിൻ്റെ സമ്മൊക്കെ കാണുന്നത് ഒരു പെയറിങ്ങിലൂടെയൊക്കെയാണ്. സം ഓഫ് ടേംസ് ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം ബോത്ത് എൻഡ്സ് ആർ ഈക്വൽ ആൻഡ് ദാറ്റ് സം ഈസ് മൾട്ടിപ്ലൈഡ് ബൈ half of the number of terms
gives the sum of the terms. ഇത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2n ആയിരിക്കും കിട്ടുന്നത്. ഒന്നാമത്തെയും അവസാനത്തെയും കൂടി കൂട്ടിയാൽ 2n ആണ്. ഈ 2n-നെ പദങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി കൊണ്ട് n/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്തായി? ഇവിടെ കിട്ടുന്ന 2n സ്ക്വയറാണ് അല്ലേ? 2n സ്ക്വയറാണ്. ഇതും കൂടിയാണ് കൂട്ടേണ്ടത്. ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം. അതായത് ഒന്നാമത്തേത് അവസാനത്തെയും കൂടി കൂട്ടുക. ഒന്നാമത്തെ അവസാനത്തെയും കൂടി കൂട്ടുമ്പോൾ n + 2n - 1 ടൈംസ് n, അതായത് n + 2n സ്ക്വയർ - n. കണ്ടോ? അപ്പോൾ 2n സ്ക്വയറാണ്. സം എന്താണ്? 2n സ്ക്വയർ ഇൻറ്റു n/2, അതായത് n³ എന്ന് കിട്ടും. അതായത് സമ്മായിട്ട് വരുന്നത് ഒരു ക്യൂബാണ്. ഈ കൂട്ടത്തിൽ ഒരു ക്യൂബിക് നമ്പർ ഇതാണ്. അപ്പോൾ 1000 അവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. അത് മനസ്സിലാക്കിയിരിക്കും, വ്യക്തമാണത്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇംപ്ലൈ ദ റിയൽ മീനിങ് ഓഫ് പ്രോബ്ലം സോൾവിങ്? പ്രോബ്ലം സോൾവിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പെഡഗോജിക്കൽ ക്വസ്റ്റ്യനാണിത്. പ്രോബ്ലം സോൾവിങ്ങിൽ ഇല്ലാത്തതേത്? പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സിലൂടെ കടക്കുമ്പോൾ അതുമായി ബന്ധമില്ലാത്ത ഇത് ഏതാണ് ഈ ഓപ്ഷൻസിൽ? ആദ്യത്തെ റീസണിങ് ആൻഡ് ലോജിക്കൽ തിങ്കിങ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പ്രോബ്ലം സോൾവിങ്ങിന് റീസണിങ്ങും ലോജിക്കൽ തിങ്കിങ്ങും അത്യാവശ്യമാണ്. ഓക്കെ, അത് മാത്തമാറ്റിക്സിലെ പ്രോബ്ലം ആയാലും ഏത് തരം പ്രോബ്ലം ആയാലും ഒരു റീസണിങ് ആവശ്യമാണ്, ലോജിക്കൽ തിങ്കിങ് ആവശ്യമാണ്. ഓക്കെ, പ്രാക്ടീസ് ആൻഡ് സ്കിൽ, കൃത്യമായ പ്രാക്ടീസും സ്കില്ലും ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രോബ്ലം സോൾവിങ് ഈസി ആവും. അതിലൊക്കെ പ്രധാനപ്പെട്ടതാണ് അനലൈസിങ് ദ പ്രോബ്ലം. ഓക്കെ, പ്രോബ്ലത്തെ നമ്മൾ വിശകലനം ചെയ്യണം. ഇത് മൂന്നും പ്രോബ്ലം സോൾവിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ, കോൺസെപ്ച്വൽ ഡെവലപ്മെൻറ്റ്. കൺസെപ്ച്വൽ നോളജ് നമുക്ക് വേണം, എന്നാലേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പ്രോബ്ലം സോൾവിങ്ങിലൂടെ ഒരു കോൺസെപ്ച്വൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല ഇവിടെ. അപ്പോൾ പ്രോബ്ലം സോൾവിങ്ങുമായി ബന്ധപ്പെടാത്ത ഒരെണ്ണം ഈ കോൺസെപ്ച്വൽ ഡെവലപ്മെൻ്റാണ്. ഓക്കെ, കോൺസെപ്റ്റ് അറിയാൻ പാടുണ്ടാകണം, അത് ഉറപ്പാണ്. എന്നാലും ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് കോൺസെപ്ച്വൽ ഡെവലപ്മെൻറ്റ്. അത് മെത്തഡോളജിക്കൽ ക്വസ്റ്റ്യനാണ്. ഞാൻ പറഞ്ഞില്ലേ, മെത്തഡോളജിക്കൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ, പെഡഗോജിക്കൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഈ വളരെ എക്സ്പീരിയൻസ്ഡായ പ്രാക്ടീസിങ് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ലാസ് റൂമിൽ അവരുടെ അനുഭവങ്ങൾ, അവരുടെ ആനുവൽ ട്രെയിനിങ്ങുകൾ, അതുപോലെ തന്നെ ക്ലസ്റ്റർ മീറ്റിങ്ങുകൾ, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വളരെ പെട്ടെന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഒരു നല്ല ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രത്യേകത എന്താണ്? എ ഗുഡ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് മാത്തമാറ്റിക്സ് മസ്റ്റ് ഹാവ്, ഒന്ന് വായിച്ചാൽ മതി, ഉത്തരം പെട്ടെന്ന് കിട്ടും. ലോങ് ആൻഡ് എലാബറേറ്റ് എക്സ്പ്ലനേഷൻ, ഷുഡ് കണ്ടെയ്ൻ ചൈൽഡ്സ് എറേഴ്സ്. അടുത്തത് ഷുഡ് പ്രൊവൈഡ് ലോട്ട്സ് ഓഫ് പ്രോബ്ലം ഫോർ പ്രാക്ടീസ്. അടുത്തത് നോക്കുമ്പോൾ മനസ്സിലാവും, ഷുഡ് മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ കോൺസെപ്ച്വൽ ആൻഡ് പ്രൊസീജിയർ നോളജ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നാലാമത്തതാണ് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് വ്യക്തമാണത്. അതിനകത്ത് കൂടുതൽ വിശദീകരണത്തിൻ്റെ ഒരാവശ്യവും അതിനകത്തില്ല. അടുത്ത ചോദ്യം നമ്മുടെ 10ാമത്തെ ചോദ്യമാണ്. ഹൗ മെനി സ്ക്വയേഴ്സ് ആർ എക്സാക്ട്ലി ഗ്രേറ്റർ ദാൻ എ പ്രൈം നമ്പർ? ഹൗ മെനി സ്ക്വയേഴ്സ്, സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സ്ക്വയർ നമ്പറുകൾ 1, 4, 9, 16, 25 എന്നുള്ള സംഖ്യകളുണ്ടല്ലോ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഹൗ മെനി പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആർ എക്സാക്ട്ലി 4 ഗ്രേറ്റർ ദാൻ എ പ്രൈം നമ്പർ? ഇത്തരം എത്ര സംഖ്യകളുണ്ടാവും? ഒരു പ്രൈം നമ്പറിനേക്കാൾ 4 കൂടിയ പൂർണ്ണവർഗങ്ങൾ. ഓക്കെ, ഒരു പ്രൈം നമ്പറിനേക്കാൾ 4 കൂടിയ പൂർണ്ണവർഗങ്ങൾ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കുമോ? അനേകം ഉണ്ടായില്ലേ? അവിടെയാണ് നമ്മുടെ ഒരു ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ് ആവശ്യം. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ n സ്ക്വയർ ആണെന്ന് കരുതൂ. ഒരു പെർഫെക്റ്റ് സ്ക്വയർ n സ്ക്വയർ. ഈ പെർഫെക്റ്റ് സ്ക്വയർ എന്തായിരിക്കണമെന്നാണ് പറയുന്നത്?
പി എന്ന പ്രൈം നമ്പറിനേക്കാൾ 4 കൂടുതലായിരിക്കണമെന്നാണ് പറയണത്. പെൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു p+4 എന്ന് നമുക്ക് ഒരു ഇക്വേഷനായിട്ട് എഴുതാം. എത്ര പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടായിരിക്കും, അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഹൗ മെനി പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആർ എക്സാക്ട്ലി 4 ഗ്രേറ്റർ ദാൻ എ പ്രൈം? അടുത്ത സ്റ്റെപ്പ് നമുക്കറിയാവുന്ന സ്റ്റെപ്പ്, n സ്ക്വയർ മൈനസ് 4 ഇസ് ഈക്വൽ ടു പി. ക്ലിയർ അല്ലേ? ഇതിനെ n-2 ഇൻറ്റു n+2 ഇസ് ഈക്വൽ ടു പി. ഓക്കെ, അതായത് ഈ പി എന്ന ഈ പ്രൈം നമ്പറിനെ പി ഇൻറ്റു 1 എന്ന് കണ്ടാലോ, അല്ലെങ്കിൽ 1 ഇൻറ്റു പി എന്ന് കണ്ടാലോ. ഇവിടെ n-2 ഈസ് 1 ആൻഡ് n+2 ഈസ് പി. അതായത് n-2 എന്ന് പറയുന്നത് 1 എന്ന തീരുമാനത്തിലെത്താം. അതായത് n ഇസ് ഈക്വൽ ടു 3 എന്ന തീരുമാനത്തിലെത്താം. അതായത് നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ 3 സ്ക്വയറാണ്, അതായത് 9 ആണ്. ഉറപ്പല്ലേ? 9 എന്ന് പറയുന്നത് 5 എന്ന പ്രൈം നമ്പറിനേക്കാൾ 4 കൂടിയതാണ്. അപ്പോൾ അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആൾജിബ്രയ്ക്കലായിട്ട് നമ്മൾ സ്ഥാപിച്ച കാര്യമാണിത്. അപ്പോൾ ഇനി അനേകം ഉണ്ടാകും എന്നുള്ള ചിന്തയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓൺലി 1, അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഒരെണ്ണമേ ഉണ്ടാവുകയുള്ളൂ. ആൾജിബ്രിക്കലായിട്ട് നമ്മളത് സ്ഥാപിച്ചു കഴിഞ്ഞു. 11ാമത്തെ ചോദ്യം നോക്കാം. ABCD ഇൻറ്റു 9 ഇസ് ഈക്വൽ ടു DCBA. ABCD ഒരു 4 അക്ക സംഖ്യയാണ്. ആ 4 അക്ക സംഖ്യയെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ DCBA എന്ന് കിട്ടി. ABCD എന്ന 4 അക്ക സംഖ്യ അതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴേക്കും DCBA എന്ന് കിട്ടി. എന്നാൽ A ഇൻറ്റു B ഇൻറ്റു C ഇൻറ്റു D എത്രയാണെന്ന് ഒന്ന് നോക്കാം നമുക്ക്. ഇവിടെ A ആകാവുന്ന ഒരേ ഒരു സംഖ്യ 1 ആണ്. കാരണം 1000 എന്ന സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചാലേ 10,000-ൽ താഴെയുള്ള സംഖ്യ നിൽക്കുകയുള്ളൂ. 1000-ന് മേലെയുള്ളൊരു സംഖ്യയെ 1200 എന്നുള്ളൊരു സംഖ്യ എടുത്തു കഴിഞ്ഞാലേ, ഇപ്പം 4 അക്ക സംഖ്യ ആയതുകൊണ്ട് A 0 ആകാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പോൾ 1200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 9 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അത് 4 അക്ക സംഖ്യയല്ല അതിൻ്റെ പ്രോഡക്റ്റ് വരാൻ പോണത്, 5 അക്ക സംഖ്യയിലേക്ക് വരും. നമുക്കറിയാം, മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കറിയാവുന്നല്ലേ. ഓക്കെ, അപ്പോൾ A ആയാവുന്ന ഒരേ ഒരു സംഖ്യ 1 ആണ്. അപ്പോൾ ഇവിടെ A ഞാനിവിടെ എഴുതിയാൽ ഇവിടെയും A 1 എഴുതാം. പിന്നെ B ആകുന്ന സംഖ്യ ഏത്? B = 2 ആയിട്ട് എടുത്താൽ പ്രശ്നമാണ്. കാരണം 1200 എന്ന് പറയുന്ന സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചാലും ഈ പറയുന്ന 4 അക്കത്തിലേക്ക് പോകും. അപ്പോൾ B ആകുന്നത് 2-നേക്കാൾ വലുത് ഏതെടുത്താലും അങ്ങനെ സംഭവിക്കും. B ആകുന്നത് 0 ആണ്. അപ്പോൾ B ആകുന്നത് 0 ആണ്, 0. ഓക്കെ, അടുത്തത് എന്താണ്? എയുടെ സ്ഥാനത്ത് 1, അതേ ഇവിടെ വലത്തേറ്റത്ത് പ്രോഡക്റ്റിൻ്റെ വലത്തേറ്റത്ത് 1 വന്നാൽ D ആകുന്നത് തീർച്ചയായിട്ടും 9. 9 ഇൻറ്റു 9 81-ൻ്റെ 1ആണിത്. ഇവിടെ 0 വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ 8 വന്നേ പറ്റൂ. 9 8 72 കണ്ടോ? ഈ പറയുന്ന റിമൈൻഡറും കൂട്ടിക്കഴിയുമ്പോഴാണ് 0 വന്നത്. 1089. ഞാൻ ഇത്രയും പറഞ്ഞതിന് കാരണം ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ ഇത്രയും പറയേണ്ട ആവശ്യമില്ല. ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ B കിട്ടുമ്പോൾ തന്നെ ഉത്തരവായി കഴിഞ്ഞു. B 0 ആണെങ്കിൽ ഈ പ്രോഡക്റ്റ് 0 ആയി തീരും. പക്ഷേ മറ്റൊരു ചോദ്യവും കൂടി നമ്മൾ പ്രതീക്ഷിക്കണം. വാട്ട് ഈസ് A + B + C + D എന്ന് ചോദിച്ചാൽ ഇത് 1089ൻ്റെ ഡിജിറ്റൽ സമ്മായ 18 എന്ന അതിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇത് നമ്പറുകളുടെ ഒരു പ്രോപ്പർട്ടിയാണത്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അടുത്ത ഒരു ചോദ്യം നോക്കാം, 12ാമത്തെ ചോദ്യം. ഇതൊരു കാൽക്കുലേറ്റർ മിഷനാണ്, ഒരു കാൽക്കുലേറ്റിംഗ് മിഷൻ, ഒരു മെഷീനാണത്, ഒരു കാൽക്കുലേറ്റിംഗ് മിഷൻ. അതിലേക്ക് ഏത് നമ്പർ വേണമെങ്കിലും ഒരു ഇൻറ്റിജർ അതിനകത്ത് ഇൻപുട്ടായിട്ട് കൊടുത്താൽ ആദ്യം തന്നെ നമ്പർ ആ മിഷൻ എന്ത് ചെയ്യും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ആ ഉത്തരത്തെ നിന്ന് 10 കുറക്കും, ആ കിട്ടുന്നതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അതിൽ നിന്ന് 10 കുറക്കും, അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് തരും. അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഫംഗ്ഷനെയൊക്കെ നമ്മൾ മെഷീനായിട്ട് കണക്കാക്കാറുണ്ട് അല്ലേ? ഫംഗ്ഷനിലായി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ അത് പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് വരും. ഫംഗ്ഷൻ മെഷീൻ, ഇവാൻ സ്റ്റുവാർട്ടിൻ്റെ പുസ്തകത്തിൽ ഫംഗ്ഷൻ മെഷീൻ എന്ന വാക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്, അപ്രോച്ചസ് ഓൺ മോഡേൺ മാത്തമാറ്റിക്സ് എന്ന പുസ്തകമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ
ഈ ഒരു മെഷീനിൽ നടക്കുന്ന പ്രോസസ്സ് ഔട്ട്പുട്ട് ഒന്ന് വരണം, എന്നാൽ ഇൻപുട്ട് ഏതായിരിക്കണം? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് കേട്ടോ. ഔട്ട്പുട്ട് ഒന്ന് വരണം. ഒന്ന് പുറകോട്ട് നോക്കിയാൽ മതി. ഒന്നാണ് ഔട്ട്പുട്ടെങ്കിൽ ആ ഔട്ട്പുട്ടിനെ കൂടി 10 കൂട്ടിയാൽ ആദ്യ റിവേഴ്സ് പ്രോസസ്സ്. അപ്പോൾ 1 + 10. ഇനി 3 കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ 3 കൊണ്ട് ഹരിക്കുകയായിരുന്നു, 3 കൊണ്ട് ഗുണിച്ചു. അതിനെ കൂടി ഇവിടെ 10 കൂട്ടി, കിട്ടുന്നതിനെ വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കിട്ടുന്ന സംഖ്യ ഏതായിരിക്കും? 33 + 10 × 3 ആയിരിക്കും. അതായത് നമുക്ക് കിട്ടുന്നത് 129 ആയിരിക്കും. അപ്പോൾ ഇൻപുട്ട് 129 ആയാൽ ഔട്ട്പുട്ട് 1 കിട്ടും. അത് ഏറ്റവും ചെറുതാണ്. ഓക്കെ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ഇൻപുട്ട് ഫോർ ഗെറ്റിംഗ് ദ ഔട്ട്പുട്ട് 1? തീർച്ചയായിട്ടും ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത് 129 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഇതൊരു ചെസ് ബോർഡാണ്. കൃത്യം ഈ ചെസ് ബോർഡിൽ എത്ര സമചതുരങ്ങളുണ്ട്? ഓക്കെ, കുറച്ച് ലോജിക്കലാണ്, എണ്ണിയെടുക്കാനൊന്നും സാധ്യമല്ലല്ലോ. ഇങ്ങനെ നോക്കാം. ഈ ഓരോന്നെടുത്താൽ വലത്തേക്ക് 8 എണ്ണം ഉണ്ട്, താഴേക്ക് 8 എണ്ണം ഉണ്ട്. 8 × 8 അതായത് 8 സ്ക്വയർ. ഇനി 2 എണ്ണം വീതം ഒന്ന് കൂട്ടി എണ്ണി നോക്കാം. 2 എണ്ണം വീതം ഒന്ന് കൂട്ടി എണ്ണി നോക്കിയേ. ഇങ്ങനെയാണ് ഈ 2 എണ്ണം. ഇങ്ങനെ ഒരെണ്ണം ഞാൻ അടയാളപ്പെടുത്തി നോക്കൂ. ഇതിൻ്റെ ഇതുപോലെ രണ്ടാമത്തത്, ഇതിൻ്റെ അതിന് ഉള്ളിലേക്ക് കയറ്റിയിട്ട് മൂന്നാമത്തത്. അങ്ങനെ എണ്ണിയാൽ ഇതുപോലെ ഒരെണ്ണം എണ്ണി, ഇങ്ങനെ രണ്ടാമത്തത് എണ്ണി, ഇങ്ങനെ മൂന്നാമത്തത് എണ്ണി, അങ്ങനെ എണ്ണിയാൽ തീർച്ചയായും വലത്തേക്ക് 7 എണ്ണവും താഴേക്ക് 7 എണ്ണവുമാണ്. അപ്പം എന്തായി? 7 × 7 7 സ്ക്വയർ എന്ന് വരും. ഇനി 3 എണ്ണം വീതം ചേർത്തെണ്ണാം. അപ്പോൾ 6 എത്രയായിരിക്കും? 6 × 6 6 സ്ക്വയർ ആവും. അവസാനം ചെസ് ബോർഡ് മൊത്തത്തിൽ കണ്ടാൽ 1 × 1 1 സ്ക്വയർ. ഇതെല്ലാം കൂടി കൂട്ടിയാൽ പോരെ? 1 സ്ക്വയർ + 2 സ്ക്വയർ + 3 സ്ക്വയർ എക്സെട്ര + 8 സ്ക്വയർ. ആദ്യത്തെ 8 എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക നമുക്കറിയാം, നമുക്ക് കൃത്യമായി അറിയാവുന്ന കാര്യം. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക n × n + 1 × 2n + 1/6. ഇതിലേക്ക് കൊടുക്കൂ. 8 × 8 + 1 × 8 2 × 8 2 × 8 + 1. അതായത് നമുക്ക് കിട്ടുന്ന ഉത്തരം 8 × 9 × 17/6. അപ്പോൾ ഉത്തരം കിട്ടുന്നത് 204 എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 13 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഈ എപ്പിസോഡിൽ. ഏതായാലും ഈ ചോദ്യങ്ങളെല്ലാം തന്നെ സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെന്ന് കണ്ടു. ഇനി നമ്മൾ ജോമെട്രിയുമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അടുത്ത എപ്പിസോഡുകളിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നമസ്കാരം.